ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗം ഓടിച്ചെല്ലാം. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നിരീശ്വരവാദികളും അതുപോലെ ദൈവമില്ലെന്ന് പറയുന്ന അനേകം യുക്തിവാദികളും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട സ്റ്റേറ്റ്മെൻറ്റ് അതിനെ നമുക്ക് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്നതിന് എന്താണ് കാരണം, അതിൽ എന്താണുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വാക്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിബിംബം തന്നെയാണ് ക്രിസ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിബിംബം, ദൈവം ആരാണ്, ആ ദൈവം തന്നെയാണ് ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ദൈവത്തിൻ്റെ പ്രതിമ, നമുക്കത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, ദൈവം കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, അതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ സ്വരൂപം കാണുന്നത് പോലെ ദൈവത്തിൻ്റെ തനി സ്വരൂപമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്വാദൃശ്യവും സ്വരൂപവും എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 1-ാമത്തെ അധ്യായമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവും ദൈവത്തിൻ്റെ തനി പ്രതിബിംബമായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. എൻ്റെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ കൂടുതൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നമ്മൾ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ കാണുന്ന ഒരു കാര്യം ഇവിടെയാണ് പറയുന്നത്, ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് അതൊരു പ്രകാശനമാണ്, അതൊരു വെളിച്ചമാണ്. ആ വെളിച്ചം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഈ ലോകത്തിൻ്റെ ദൈവം ചെയ്തൊരു ചെറിയ കാര്യമാണ്, അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തു? കുരുടാക്കി. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതൊരു പ്രകാശനമാണ്, തേജസ്സുള്ള പ്രകാശനമാണ്. അതിന് നമുക്ക് ഇലുമിനാറ്റി ലൈറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് വളരെ വളരെ ശോഭിക്കുന്ന ലൈറ്റാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇത് എത്തിയിട്ടുള്ള രാജ്യങ്ങളിലും ഇത് എത്തിയിട്ടുള്ള മനുഷ്യരുടെ ഇടയിലും എപ്പോഴും പ്രകാശം മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഇത് എത്തിയിട്ടുള്ള പല ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ട്, കഷ്ടപ്പാടുകളില്ല എന്നല്ല, കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പോലും അതിലും അപ്പുറമായിട്ട് ഓരോരുത്തരും ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നത്തെ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ സമൂഹങ്ങളെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം നിൽക്കുന്ന അനേകരെ ജയിലിലേക്ക് ആക്കുന്നതും കള്ളക്കേസിൽപ്പെടുത്തി ജയിലിൽ കൊണ്ടിടുന്നതും മതപരിവർത്തനം എന്ന് പറഞ്ഞ് പല രീതിയിൽ അവരെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ചെയ്തത് ഒരുവരെ കൊല്ലുകയോ മോഷ്ടിക്കുകയോ മറ്റൊരു കാര്യം ചെയ്തിട്ടില്ല. അതിനും അപ്പുറമായിട്ട് ചെയ്ത ഒറ്റൊരു കാര്യം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവരിലേക്ക് പങ്കുവെച്ചു. യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. പഠിപ്പിക്കുന്നതിനേക്കാളും ഉപരി അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത്, യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം കടന്നു വന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചു. അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി എന്ന് അവരുടെ ജീവിതം കൊണ്ട് അവർ കാണിച്ചു കൊടുക്കുകയായിരുന്നു. യേശുക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നെ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഫോളോ
ഫോളോ ചെയ്തിട്ട് അനേകം മിഷണറിമാർ, അനേകം ദൈവമക്കൾ ഇതിനു വേണ്ടി, ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ അനേകരും തയ്യാറാകുമ്പോഴും മറ്റ് പല രീതികളിൽ അവരെ പെടുത്തി മതപരിവർത്തനം എന്ന് പറഞ്ഞും അതുപോലെ മറ്റ് പല 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 പ്രയാസങ്ങളുടെ പല പല കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരെ ജയിലിലടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവരുടെയൊക്കെ കണ്ണ് കുരുടായിരിക്കുന്നു, അവരുടെയൊക്കെ മനസ്സ് കുരുടായിരിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, വെളിച്ചത്തെ കാണുവാൻ അവർക്ക് തയ്യാറാകുന്നില്ല. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന പിശാച് അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് മനസ്സിനെ കുരുടാക്കി നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുക, അല്ലെങ്കിൽ ഹൃദയത്തെ അതുപോലെ ബുദ്ധിയില്ലായ്മയിലേക്ക് നയിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി മോശയെ ദൈവം പറഞ്ഞയച്ചിട്ട് പല അത്ഭുതങ്ങളും ഫറവോൻ കണ്ടിട്ടും ദൈവം പറഞ്ഞു ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് തന്നെ ഇരിക്കും. ദൈവം അവിടെ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ പിശാച് മനസ്സുകളെ കുരുടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് പലരും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമില്ല, ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ല, ദൈവം ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം, അവർ കാണാൻ പറ്റാത്ത, അവർ കണ്ടിട്ടില്ലാത്ത ഒരു വെളിച്ചം ഈ ദൈവവിശ്വാസികളുടെ ഹൃദയത്തിലുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു സത്യത്തെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സായിരുന്ന പ്രഭയായിരിക്കുന്ന ആ ശോഭിക്കുന്ന വെളിച്ചം കണ്ടവരാരും തന്നെ നിരാശരായി പോയിട്ടില്ല. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിലും അപ്പുറമായിട്ട് ദൈവിക സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പലയിടങ്ങളിൽ രൂപാന്തരം സംഭവിക്കുന്നു. മദ്യപാനം നിർത്തിയിട്ട് അവർ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ഒത്തിരി ആളുകൾ ഈ ലഹരിയിൽ നിന്ന് മാറി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ മറ്റ് പല രീതിയിലും കൊലപാതകരായാലും ശരി, മറ്റു രീതിയിലും എന്തുതരം കുറ്റകൃത്യം ചെയ്ത പലരും തന്നെ, ക്രൂരന്മാരായിരിക്കുന്ന പലരും തന്നെ ഈ ഒരു പ്രകാശനം ലഭിച്ചിട്ട്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ വചനത്തിലൂടെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, മാനസാന്തരത്തിൻ്റെ അവസ്ഥ, അവരുടെ ജീവിതം മാറ്റിമറിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭൂമിയിൽ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സുവിശേഷം കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അത് നമുക്ക് മാത്രമല്ല, ഇതിനെ എതിർത്ത് പറയുന്ന എല്ലാവർക്കും ആ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഭൂമിയിൽ ബൈബിൾ അല്ലെങ്കിൽ വചനം, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഈ വെളിച്ചം എത്തിയിടങ്ങളിലൊക്കെയും സമാധാനം ഉണ്ടായിട്ടുണ്ട്, സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വലിയൊരു പ്രസൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അത് കാണുവാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ പിശാച്, അവരുടെ ദൈവമായിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്ന പിശാച് അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി, അവരുടെ ഹൃദയത്തെ അവരുടെ ഹൃദയത്തെ ഇല്ലാതാക്കിയത് നമുക്ക് കാണുവാൻ നമുക്ക് കാണാം. നമുക്കൊരു പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. യഹോവ മോശയോട് അരുളി ചെയ്തു, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. ഇസ്രായേൽ മക്കൾ, അതായത് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞു, പുറപ്പാട് പുസ്തകം 7-14 വാക്യമാണ് ഇപ്പോൾ വായിച്ചിരിക്കുന്നത്. ജനത്തിൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അവൻ അത്രയും ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടും അവിടെ എന്ത് ചെയ്തു, അവൻ്റെ കണ്ണ് കണ്ടിട്ട് അവൻ്റെ ഹൃദയം അവന് വിശ്വസിക്കാൻ, അതൊന്നും വിശ്വസിക്കാൻ അവന് പറ്റിയില്ല. അവൻ അതിൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. അടുത്ത വാക്യങ്ങൾ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ബുദ്ധി തോന്നാതവണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു, അത് നിമിത്തം നീ അവരെ ഉയർത്തുകയുമില്ല. അതായത് ഓരോരുത്തരുടെയും ചിന്തിക്കുവാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ബുദ്ധികളെ ദൈവം അടച്ചു കളഞ്ഞു എന്ന് യോബ് ദൈവമായിട്ട് സംസാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് അതിനുള്ള ജ്ഞാനം, ബുദ്ധി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് അറിയാം. ഇത് കിട്ടാത്തതിൻ്റെ കാരണം ദൈവം അവരുടെ ഹൃദയത്തെ അല്ലെങ്കിൽ ബുദ്ധിയെ അടച്ചു കളഞ്ഞു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും നമുക്കറിയാം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ എടുക്കുന്ന പല കാര്യങ്ങളും തെറ്റായ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരം പറ്റിയതെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമാണ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും സകല കാര്യങ്ങളും നൽകി തരുന്നത്. അപ്പം അവിടെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ചിന്തകളെയും ദൈവം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനും അപ്പുറമായിട്ട് ചിന്തിക്കുവാനോ
ചിന്തിക്കുവാനോ അതിനപ്പുറമായിട്ട് നോക്കുവാനോ കാണുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ദൈവമില്ല എന്ന് പറയുമ്പം സയൻസിനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സയൻസിൻ്റെ പല സിദ്ധാന്തങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദൈവമില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതിനും അപ്പുറമായിട്ട് ഈ സയൻസ് കണ്ടുപിടിക്കാത്ത ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ടാണ് പലരും ഈ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ലാസ് റൂമിൽ ഒത്തിരി ആളുകളിരിക്കും, ഒത്തിരി സ്റ്റുഡൻസുകൾ ഇരിക്കും, അല്ല ഒത്തിരി പഠിക്കുവാൻ ഒത്തിരി പേരിരിക്കും. അതിലെല്ലാവർക്കും സാറ് ഒരാളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു അധ്യാപകൻ വന്നിട്ട് ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, സോഷ്യലായാലും ശരി, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏത് വിഷയമായാലും ഒരു സാറ് വന്നിട്ടാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഈ 60 കുട്ടികൾക്കും ഒറ്റ ലെസണാണ് സാറ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ 60 കുട്ടികളും അത് ഗ്രഹിക്കണമെന്നില്ല. 60 കുട്ടികൾക്ക് അത് മനസ്സിലാകണമെന്ന്. ചില ആൾക്കത് മനസ്സിലാകും. എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒത്തിരി പേർക്ക് മാത്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഓരോ സബ്ജക്റ്റിലും വളരെ ഗ്രാഹ്യമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒന്നിന് ഗ്രാഹ്യമുള്ള മറ്റൊന്നിന് ഗ്രാഹ്യമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും ആയിരിക്കുന്നത്. ഇതെല്ലാം ഉള്ള ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഓരോരുത്തരുടെ ചിന്തകളെ തരുന്നത് ദൈവമാണ്. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് അത് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്ഞാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പരിജ്ഞാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കാനും വേണം. നമ്മുടെ ഹൃദയം ദൈവത്തിനോട് സമർപ്പിക്കാനും വേണം. എങ്കിലാണ് നമുക്ക് ഹൃദയപ്രകാശം ഉണ്ടാകും, നമ്മുടെ ഹൃദയം പ്രകാശിക്കത്തുള്ളൂ, നമുക്ക് ജ്ഞാനം ലഭിക്കത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും ലഭിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിയെയും ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ബുദ്ധിയുടെ പേരിലും ഈ ജ്ഞാനത്തിൻ്റെ പേരിലുമാണ് ഈ പിശാച് പലരെയും അടച്ചു കളയുന്നത്. അവരുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ അവരെ മനസ്സിനെ കുരുടാക്കി കളയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. സയൻസിനെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതാണ് ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അവിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ബൈബിളിലെ ഈ ഒരു വാക്യം വളരെ വളരെ കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താണ്? നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പിശാചു കുരുടാക്കിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ എപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്, എപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മൾ എപ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചിട്ട് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ബുദ്ധി നൽകുന്നത് ദൈവമാണ്. പലപ്പോഴും ഈ ബുദ്ധിയൊക്കെ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും കണ്ട് നമ്മൾ പഠിച്ചെന്നിരിക്കാം. പക്ഷേ യഥാർത്ഥമായ സത്യത്തെ, വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ അധീനരായിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന് അധീനരായിക്കൊണ്ടിരിക്കുന്ന പലരുടെയും ചിന്താഗതികൾ അപ്രകാരമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തെ, അവരുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രകാശത്തെ മനസ്സിലാക്കിയവരോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവത്തെ കാണുവാൻ, യഥാർത്ഥമായ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ, ഈ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ സാധിച്ച ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരൊക്കെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും തലമുറകൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാനുണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തകളില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അനേകരുടെ ഏക ചിന്ത എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം, അവർക്ക് ഫ്രീഡം വേണം. എന്തിനും നിയമത്തിനും അപ്പുറമായിട്ട് അവർക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്രീഡം. അതിന് നമ്മളെ സാംസ്കാരികമായും പലതരത്തിലും വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ പോലും ഇവരൊക്കെ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പലതരത്തിലുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൽ ജീവിക്കുവാൻ മടിച്ച് പല രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ മതങ്ങളുടെ പേരിൽ, മതത്തിൽ പലതരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ റിലീജിയസ് ഒരിക്കലും നല്ലതല്ല, ദൈവമില്ല എന്ന് പറയാം, ദൈവത്തിന്റെ കുറെ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടിട്ടില്ല, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയാൻ ഇടയായിത്തീരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ഹൃദയം പിശാച് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. അവർക്ക് വെളിച്ചം കാണുവാൻ തക്ക രീതിയിലുള്ള കണ്ണുകളില്ല, വെളിച്ചം കാണുവാൻ തക്ക രീതിയിലുള്ള അവരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്ന അവസ്ഥയാണ് അവരായിരിക്കും. അവർ ഇരുട്ട് തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്.
ഒരു നാൾ അവരുടെ ജീവിതത്തിലേക്കും വെളിച്ചം വീശട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ചിന്തയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് നടക്കും, അവരെ ശപിച്ചുകൊണ്ട് നടക്കുന്ന അനേകം ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അവരെ ശപിക്കല്ല വേണ്ട, അവരുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്ന പിശാചിനെതിരായിട്ട് നമുക്ക് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചിനോട് അലറുന്ന സിംഹം എന്ന പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പിശാചിനെ നമ്മൾ സർവായുധ വർഗം കൊണ്ട്, വചനമെന്ന മായമില്ലാത്ത ഈ പാല് കുടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ വചനമെന്ന വജ്രമായ ആയുധം എടുത്തുകൊണ്ട് പിശാചിനെതിരെ പിശാചിനെതിരെ പൊരുതുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പലരുടെയും ഹൃദയങ്ങളിൽ അവിടെ വെളിച്ചം ഉദിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു നമ്മളോട് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം പകരുവാൻ ഇടയായിത്തീരുക. ഇന്ന് പലരും നോർത്ത് ഇന്ത്യയിലും അവിടെങ്ങളായിട്ട് പ്രകാശം പരത്തുവാൻ പോയിട്ട് അവരൊക്കെയും ജയിലിലേക്കൊക്കെ പിടിച്ചിടുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാൻ ദൈവം ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം സംസാരിക്കുവാൻ, ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നമ്മുടെ സഹോദരികൾ പലരും കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജയിലിൽ അടി കൊണ്ടുപോയിരിക്കുന്നു, പലരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊള്ളുന്നു, പല പ്രയാസങ്ങളാണ് സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ അടികൊള്ളുന്നു. നമുക്കറിയാം, പുതിയ നിയമപുസ്തകത്തിലേക്ക് ആദ്യകാലങ്ങളിൽ എടുത്ത് ചെല്ലുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ മൊത്തം സാക്രിഫൈസ് ചെയ്തു, ദൈവത്തിന് വേണ്ടി അടി കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു. അത് ഇപ്പോഴും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പിശാച്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്ന പിശാച് പലരെയും ഹൃദയത്തെ കുരുടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്നും വെളിച്ചം എവിടെ ഉദിക്കുവാൻ തയ്യാറാകുന്നത് അവിടെ ഇരുട്ട് കൊണ്ടുവരുവാൻ പിശാച് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം, പിശാചിനോട് എതിർത്ത് നിൽക്കാം, സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പൊരുതുവാൻ നമ്മൾ തയ്യാറാകാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.